ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടേഴ്സ്. ഡോക്ടർ ബിനോ കൃഷ്ണൻ നിങ്ങളുടെ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുമായിട്ടാണ് ഈ സെഷൻ ഉപയോഗിക്കുന്നത്. മിക്കവാറും എല്ലാ സൺഡേയ്സും രാവിലെ ഉച്ചയ്ക്ക് ഒരു സെഷൻ ഡോക്ടർ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. മറ്റു ദിവസങ്ങളിൽ ചെയ്യാൻ റെഡിയായിരുന്നു, പക്ഷേ ഡോക്ടർ ഈവനിങ് ഫ്രീ ആകുന്ന സമയം ആകുമ്പോഴേക്കും നമുക്ക് സൂം അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ സൺഡേയ്സിലേക്ക് ഈ ക്ലാസ്സുകൾ മാറ്റിവെച്ചത്. ഗൂഗിൾ മീറ്റിൽ നമുക്ക് 100 പേർക്ക് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ബിനോകൃഷ്ണൻ ഡോക്ടർ ഗൂഗിൾ മീറ്റിലായിരുന്നു ക്ലാസ് എടുത്തത്. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സൂം അവൈലബിൾ ആയിട്ടുള്ള സൺഡേയ്സിലേക്ക് ക്ലാസ് മാറ്റിയത്. സൂം അവൈലബിൾ ആയിട്ടും ഡോക്ടർക്ക് ഫ്രീ ആയിട്ടുമുള്ള. ഏതായാലും നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ഡോക്ടർ പോസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് അതെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആൾറെഡി 80 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഉടനെ ജോയിൻ ചെയ്തോളും എന്ന് കരുതുന്നു. മറ്റു പ്രധാനപ്പെട്ട മാറ്റം, ഇന്ന് വൈകിട്ട് 6:30-ക്കല്ല ക്ലാസ്, 6 മണിക്കാണ്. 6 മണി തൊട്ട് 7:30 വരെയാണ്. ഒരു 1.5 മണിക്കൂർ ക്ലാസ് കൊണ്ട് ഐശ്വര്യ ഡോക്ടർ ഇന്ന് CVS ഫിനിഷ് ചെയ്യാനാണ്. 6 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും വൈകിട്ടത്തെ ക്ലാസ്. ഓക്കെ, അതെല്ലാവരും ഓർക്കുക. ഞാനത് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരെയും ഒരു ഗംഭീരമായ ക്ലാസ്സിലേക്ക്, ഒരു ഗംഭീരമായ ഡിസ്കഷനിലേക്ക്, ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് വളരെ ഹാർദവമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ ബിനോകൃഷ്ണൻ ഡോക്ടറെ ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. സാറേ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ട്, കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ എല്ലാവരും കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ പിന്നെ ഈ കൺസ്റ്റിറ്റ്യൂട്ടീവ് പെരിക്കാർഡൈറ്റിസ് ഒക്കെ പിന്നെ ആശയ ഡോക്ടർ ഡിസ്കസ് ചെയ്തതാണോ? പെരിക്കാർഡൈറ്റിസ്, ടാമറൈഡ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ഡോക്ടറെ? ഐശ്വര്യ ഡോക്ടർ കയറിയിട്ടില്ലേ? ഹലോ, കൺജസ്റ്റീവ് പെരിക്കാർഡൈറ്റിസ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അരിത്മിയാസിൽ കുറച്ച് പോർഷൻസ് കൂടെ ഉള്ളൂ, ലാസ്റ്റ് പാർട്ടാണ് ഇനി ഉള്ളത്. അതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഞാൻ അപ്പം ജസ്റ്റ് ഈ പോയിന്റുകളൊക്കെ ഒന്ന് വിഷനിൽ വെക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. അന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാനൊന്ന് ഷെയർ ചെയ്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ കേൾക്കണ്ട, പക്ഷെ ഞാൻ അത് വെച്ചിട്ടൊന്ന് പറയാം. ഇത് ഈ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്, കാണുന്നുണ്ട്. ഓക്കെ, അതാ പിന്നെ നമ്മുടെ പിന്നെ GVPന്റെ വീഡിയോ തന്നെയാണ്. വീഡിയോ ഏതായാലും നിങ്ങൾ കേൾക്കണ്ട. ഓക്കെ, ഇവിടെ നമ്മൾ പിന്നെ A-വേവ് എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എയർടെൽ കൺട്രാക്ഷൻ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇപ്പോൾ നമ്മുടെ പിന്നെ JVPന്റെ ലെവൽ ഇവിടെയാണുള്ളത് അല്ലേ? അപ്പം A-വേവ് ഇത് കൺട്രാക്ട് ചെയ്യുമ്പോൾ, പിന്നെ ഈ എയർട്രെയിൻ കൺട്രാക്ട് ചെയ്യുമ്പോൾ അത് മുകളിലേക്ക് കയറും. അതാണ് ഈ A-വേവ്. കണ്ടോ, ഇതിന്റെ ലെവലിൽ മുകളിലേക്ക് കയറിപ്പോ. അതിന് നമുക്ക് വീഡിയോയിൽ കാണാം, കുറച്ചുകൂടി ക്ലിയർ ആവുക. ആണല്ലേ? അപ്പൊ നമ്മൾ എയർടെൽ കൺട്രാക്ഷൻ വരുമ്പോൾ ഈ റൈറ്റ് ഏട്രിയത്തിലെ പ്രഷർ കൂടുകയും അതിന്റെ ഭാഗമായിട്ട് ഈ ബ്ലഡ് ലെവൽ മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു. അതിനെ കാണിക്കുന്ന വേവാണ് A-വേവ്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ വീഡിയോ ആവുന്ന സമയത്ത് അല്ലേ? അപ്പം കൺട്രാക്ഷൻ വരുന്നു, അപ്പം പ്രഷർ കൂടുന്നു, അപ്പോൾ ബ്ലഡ് ലെവൽ മുകളിലേക്ക് പോകണു. അതാണ് A-വേവ്. ഒരു ഇതിലെത്തുന്ന സമയത്ത് ഈ പിന്നെ ഏട്രിയോ വെൻട്രിക്കുലർ വാൾവ്, അതായത് ട്രൈക്കസ്റ്റഡ് വാൾവ് എന്ന് പറയുന്ന റൈറ്റ് ഏട്രിയോ വെൻട്രിക്കുലർ വാൾവ് ക്ലോസ് ചെയ്യും. ഏട്രിയം റിലാക്സ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ റിലാക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ ഈ ലെവൽ, ബ്ലഡ് ലെവൽ താഴോട്ട് വരുന്നു. ആ വരുന്ന വേവാണ് എക്സ് ഡിസെൻഡ് എന്ന് പറയുന്നത്. എക്സ് ഡിസെൻഡ്. ഓക്കെ, ഇതിന് ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ JVPയിൽ കാര്യമായിട്ട് ചോദിക്കുക ഈ 3 കാര്യത്തിന് റിലേറ്റഡ് എഴുതണം. പെരിക്കാർഡൈറ്റിസ്, കാർഡിയക് ടാമ്പനേഡ്, പിന്നെ റെസ്ട്രിക്റ്റീവ് കാർഡിയോമയോപ്പതി. ഇതിന് 3നെ റിലേറ്റ് ചെയ്തിട്ടാണ് കൂടുതലും
ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. മറ്റേത് എ വേവ് എന്താണ്, സി വേവ് എന്താണ്, എക്സ് ഡിസെന്റ് എന്താണ്, വൈ ഡിസെന്റ് എന്താണെന്ന് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഈ 4 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക ഈ JVP-യിൽ. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഒരു കുറച്ചും കൂടെ ഒരു പിന്നെ കൺസെപ്റ്റ് വൈസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇത് ഈ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ ട്രൈക്കസ്പിഡ് വാൾവ് ട്രൈക്കസ്പിഡ് വാൾവ് റൈറ്റ് ഏട്രിയത്തിലേക്ക് ബൾജ് ചെയ്യും. അതാണ് സി വേവ്, ഈ കാണുന്ന പോസിറ്റീവ് വേവ്. പിന്നെ ആ പ്രഷർ ഇത് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സ് തുടരുകയും പ്രഷർ കുറയുകയും ചെയ്യുന്നതാണ് എക്സ് ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇതിനകത്ത് പ്രഷർ പിന്നെ എന്ത് സംഭവിക്കും, ഇത് റീഫില്ല് ചെയ്യും അല്ലെ. നമ്മൾ ഇതിനകത്തുനിന്ന് ബ്ലഡ് ഇതിന് താഴോട്ട് വരുന്നു, താഴോട്ട് വന്ന് പിന്നെ എന്ത് ചെയ്യും, അതിനകത്തല്ല അപ്പൊ എന്ത് സംഭവിക്കും, ഇത് ഓപ്പൺ ചെയ്യുകയും ഇതിലെ ബ്ലഡ് ഇതിനകത്തോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഈ ബ്ലഡ് താഴോട്ട് വരും. അതിനാണ് നമ്മൾ വൈ ഡിസെന്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വൈ ഡിസെന്റ് എന്ന് പറയുന്നത് വെൻട്രിക്കുലർ റിലാക്സേഷനിലും എക്സ് ഡിസെന്റ് എന്ന് പറയുന്നത് വെൻട്രിക്കുലർ സിസ്റ്റോളിലുമാണ് സംഭവിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്ത് വെക്കണം, എഴുതി വെക്കണം. അതായത് ഈ എക്സ് ഡിസെന്റ് എന്ന് പറയുന്നത് വെൻട്രിക്കുലർ സിസ്റ്റോളിന്റെ സമയത്താണ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്തേക്ക് ബ്ലഡ് ഫില്ല് ചെയ്യുന്ന സമയത്ത് വെൻട്രിക്കിള് ആർട്ടറിയത്തിലേക്ക് ബ്ലഡ് ഫില്ല് ചെയ്യുന്ന സമയത്ത് വെൻട്രിക്കിള് കൺട്രാക്ടിങ് ഫേസിലായിരിക്കും. അതേപോലെ ഈ ഇതിനകത്തുനിന്ന് ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് ഫില്ല് ചെയ്യുമ്പോൾ, അതായത് ആർട്ടറിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് ഫില്ല് ചെയ്യുക, ആ സമയമാണ് നമുക്ക് വൈ ഡിസെന്റ് കിട്ടുന്നത്. അത് വെൻട്രിക്കുലർ റിലാക്സേഷനിലുമാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഈ ഒറ്റ പോയിന്റ് ഓർമ്മയുടെ പല ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാകും, സോൾവ് ചെയ്യാൻ കുറച്ച് ഓക്കെ. അത് അത്ര ബാക്കി. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ യൂട്യൂബിൽ കിട്ടുന്ന വീഡിയോ ആണ്, വേണമെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കാം. ഞാനിപ്പോഴെ ഈ ചിത്രം ആ രീതിയിൽ കാണിക്കാൻ വരച്ച് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത് കാണിച്ചത്. ഇനി നമുക്ക് ഈ ഓരോ വേവിലേക്കും പോകേണ്ടിയിരിക്കുന്നു അല്ലെ. ഓരോ വേവിലും എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ആദ്യം തന്നെ എ വേവിലേക്ക് നോക്കാം അല്ലെ. ഓക്കെ, എ വേവ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ വേവിനാണ് നമ്മൾ എ വേവ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ്. ഓക്കെ, എ വേവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആരെങ്കിലും ഒരാൾ പറയുമോ? ഏട്രിയൽ കൺട്രാക്ഷൻ. ഓക്കെ, ഏട്രിയൽ കൺട്രാക്ഷനിലാണ് എ വേവ് ഉണ്ടാകുന്നത്. അപ്പൊ എ വേവ് പ്രൊമിനന്റ് എ വേവ് ആർ സീൻ ഇൻ പൾമിനറി ഹൈപ്പർ ടെൻഷൻ. പൾമിനറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, അതായത് ഇവിടെ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും, ഇതിനകത്ത് ബ്ലഡ് ഫിൽഡ് ആയിരിക്കും. അപ്പൊ ഈ ആർട്ടറിയത്തിലെ വെൻട്രിക്കിൾ പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് റൈറ്റ് വെൻട്രിക്കിളിൽ ബ്ലഡ് മുഴുവനായിട്ടും പുറത്തേക്ക് പോവില്ല. അതായത് ആർട്ടറിയത്തിലെ ലങ്സിലേക്ക് പമ്പ് ചെയ്ത് പോവില്ല. അപ്പൊ എന്ത് സംഭവിക്കും, കുറേ ബ്ലഡ് ഈ റൈറ്റ് വെൻട്രിക്കിളിൽ റിമെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് മുഴുവനായിട്ടും ബ്ലഡ് ഇങ്ങോട്ട് വരില്ല അല്ലേ. അപ്പം എന്ത് സംഭവിക്കും, ഇത് ഈ ഫില്ല് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ ആർട്ടറിയം കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും റൈറ്റ് ഏട്രിയത്തിൽ. റൈറ്റ് ഏട്രിയത്തിൽ പ്രഷർ കുറച്ച് കൂടുതലാകുമ്പോൾ എ വേവ് കുറച്ച് പ്രൊമിനന്റ് ആയിരിക്കും. അപ്പൊ ഏത് കണ്ടീഷനിൽ നമ്മൾ ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി, റൈറ്റ് ഏട്രിയത്തിലെ പ്രഷർ കൂടുന്ന പ്രഷർ ഡിഫറൻസ് ആണ് നമ്മൾ ഈ JVP ഒക്കെ നമ്മൾ അളക്കുന്നത്. അതിനകത്ത് ഓരോ കണ്ടീഷനിലും എങ്ങനെ വേരി ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഈ എ വേവിനെയും ബി വേവിനെയും അതുപോലെ എക്സ് ഡിസെന്റിനെയും വൈ ഡിസെന്റിനെയും ഒക്കെ നമ്മൾ ഇന്റർപ്രട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് എ വേവ് വെച്ച് എന്തൊക്കെ നമുക്ക് ഇന്റർപ്രട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എ വേവിൽ ഒന്നാമത്തെ എന്താ നമ്മൾ പറഞ്ഞത് എന്താണ്,
ഏതിലൊക്കെയാണ് എ വേവ് കൂടുതലായിട്ട് പിന്നെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. റൈറ്റ് ആട്രിയൽ ത്രോംബസിൽ വരാം, ട്രൈക്കസ്പിഡ് സ്റ്റീനോസിസിൽ വരാം അല്ലെ. റൈറ്റ് ആട്രിയൽ ത്രോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ആട്രിയൽ ത്രോംബസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആട്രിയത്തിൽ എന്തെങ്കിലും ബ്ലോക്ക് വരിക. ത്രോംബസ് വരിക എന്ന് പറഞ്ഞാൽ റൈറ്റ് ആട്രിയൽ പലപ്പോഴും വരെ ആട്രിയൽ ഫിബ്രിലേഷനോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും അർഗ്മിയലൊക്കെ എന്താ വെച്ചാൽ റൈറ്റ് ആട്രിയത്തിൽ ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് പമ്പ് ചെയ്ത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോവില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് ചിലപ്പം ത്രോംബസ് അല്ലെങ്കിൽ മാസ് ഒക്കെ ത്രോംബസ് ഫോം ചെയ്യും. അങ്ങനെ ത്രോംബസ് ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ റൈറ്റ് ആട്രിയത്തിന്റെ വേറൊരു കണ്ടീഷൻ ഉണ്ട്, അതിനെ നമ്മൾ റൈറ്റ് ആട്രിയൽ മിക്സോമ എന്ന് പറയും. റൈറ്റ് ആട്രിയൽ മിക്സോമ എന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്ത് പോകില്ല, അവിടെ ഒബ്സ്ട്രക്ഷൻ വരും. ചിത്രം ഞാൻ എവിടെയോ തെറ്റുന്നില്ല, പല സ്ഥലത്തായി പോയി. ഓക്കെ, ചിത്രം വരുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ പ്രൊമിനന്റ് എ വേവ് ഉണ്ടാവും. അത് പൾമനറി ഹൈപ്പർ ടെൻഷൻ, റൈറ്റ് ആട്രിയൽ ത്രോംബസ് അല്ലെങ്കിൽ റൈറ്റ് ആട്രിയത്തിൽ മിക്സോമ വരാം, അല്ലെങ്കിൽ റൈറ്റ് ആട്രിയൽ ത്രോംബസ് വരാം, അല്ലെങ്കിൽ ട്രൈക്കസ്പിഡ് സ്റ്റീനോസിസ് വരാം. ഇതിൽ ഏതൊക്കെ വന്നാലും നമുക്ക് എന്ത് വരും? എ വേവ് കുറച്ച് ജയന്റ് ആയിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊമിനന്റ് ആയിട്ട് കാണാൻ പറ്റും. പ്രൊമിനന്റും ജയന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതായത് ജയന്റ് എ വേവും പ്രൊമിനന്റ് എ വേവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജയന്റ് എ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താണ് റൈറ്റ് ആട്രിയൽ മിക്സോമ. എന്താ സംഭവിക്കുക? ഈ റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ഇവിടെ ഒരു മാസാണ്. റൈറ്റ് ആട്രിയൽ മിക്സോമ എന്ന് പറയുന്നത് കോമണസ്റ്റ് കാർഡിയാക് ട്യൂമറാണ്. അത് റൈറ്റ് ആട്രിയത്തിൽ നിന്നൊരു ട്യൂമറാണ്. അവിടെ ട്യൂമർ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ഔട്ട്ഫ്ലോ, അതായത് റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരാനുള്ള ഫ്ലോ കുറയും, അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ വരും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമുക്ക് ഈ എ വേവ് അതിന്റെ കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്രൊമിനന്റ് ആയിരിക്കും, കുറച്ചും കൂടി വലിയ എ വേവ് ആയിരിക്കും. ഓക്കെ, അതിനാണ് റൈറ്റ് ആട്രിയൽ മിക്സോമ. പിന്നെ ട്രൈക്കസ്പിഡ് വാൾവ് സ്റ്റീനോസിസ് എന്ന് പറയും. ഈ വാൾവിന് അന്നും ട്രൈക്കസ്പിഡ് വാൾവ് അല്ലെങ്കിൽ റൈറ്റ് ആട്രിയോ വെൻട്രിക്കുലർ വാൾവ് എന്ന് പറയും. ഇത് സ്റ്റീനോസിഡ് ആകും വിചാരിക്കുക. അപ്പൊ ഇതിനകത്തോട്ട് വരുന്ന ബ്ലഡിന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ പ്രഷർ കൂടും അല്ലെ. ഇത് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആട്രിയം കൺട്രാക്ട് ചെയ്യുന്നത് ആട്രിയത്തിൽ പ്രഷർ കൂടും. അങ്ങനെ അതിലും ഇത് സംഭവിക്കാം. ഓക്കെ, ട്രൈക്കസ്പിഡ് വാൾവ് സ്റ്റീനോസിസ് എഴുതിയിരിക്കുന്നത്. പിന്നെ സുപ്പീരിയർ വീന കാവൽ സിൻഡ്രോം, ഇതൊക്കെയാണ് ഇതിന്റെ കാരണങ്ങളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യം ചെയ്തുകൊണ്ട് താഴോട്ട് എടുത്താൽ മതി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കെനോൺ വേവ്സ് ഏതിൽ കാണുന്നു എന്നുള്ളത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കെനോൺ വേവ്സ് ഏതിൽ കാണുന്നു, അതാണ് നമ്മളോട് ചോദിക്കുക. കെനോൺ വേവ്സ് കാണുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ ആട്രിയം കൺട്രാക്ട് ചെയ്യുന്ന അതേ സമയത്ത് വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുകയും ഈ ആട്രിയോ വെൻട്രിക്കുലർ വാൾവ് ഓപ്പൺ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ കാർഡിയാക് ഇമ്പൾസ് നോർമൽ ഗതിയിൽ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ നമ്മൾ നിങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ, അതായത് അറിത്മിയാന്റെ കേസിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആട്രിയോ വെൻട്രിക്കുലർ ഡിസോസിയേഷൻ എന്ന ഫിനോമിന. എന്ന് വെച്ചാൽ ആട്രിയം അതിന് തോന്നുന്ന പോലെയും വെൻട്രിക്കിൾ അതിന് തോന്നുന്ന പോലെയും കൺട്രാക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ആട്രിയത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ എസൈനോടുന്ന് പുറപ്പെടുന്ന ഇമ്പൾസസ് അതിന്റെ കറക്റ്റായ രീതിയിലല്ലാതെ വെൻട്രിക്കിൾ എത്തിച്ചേരുകയോ അല്ലെങ്കിൽ എത്തിച്ചേരാതിരിക്കുകയോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആട്രിയം അതിൻ്റെതായിട്ടുള്ള സ്വന്തം വിധത്തിലും വെൻട്രിക്കിൾ അതിൻ്റെതായ സ്വന്തം വിധത്തിലും കൺട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ വാൾവ് മിക്കവാറും ഈ ആട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ വാൾവ് തുറന്നോളുന്നില്ല. അങ്ങനെ ഒരു ക്ലോസ്ഡ് എ വി വാൾവിനെതിരായിട്ട് ആട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ജയന്റ് എ വേവ് അല്ലെങ്കിൽ കെനോൺ വേവ് കിട്ടുന്നത്. അതാണ് കോമൺ ആയിട്ട് ഇതിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്താണ് കംപ്ലീറ്റ് എ വി ബ്ലോക്ക്? എ വി ബ്ലോക്ക് അതായത് ആട്രിയത്തിൽ നിന്ന് വരുന്ന ഇമ്പൾസസ് വെൻട്രിക്കിളിൽ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എ വി ബ്ലോക്ക്, കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിംഗ്. എന്താ സംഭവിക്കുക? ആട്രിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത്, അത് എസൈനോഡിൽ പ്രൊഡ്യൂസ് ചെയ്ത് എ വി നോഡ് വഴി വെൻട്രിക്കിളിൽ എത്തേണ്ട ഇമ്പൾസസ് എവിടെയെങ്കിലും ബ്ലോക്ക് കാരണം അവിടെ എത്തില്ല. അതിനെ കംപ്ലീറ്റ് ബ്ലോക്ക് എന്ന് പറയും. എത്തുകയില്ല. ചിലത് പാർഷ്യൽ ബ്ലോക്ക് ഉണ്ടാവും, അത് കുറച്ചെത്തും, അപ്പോൾ അതിന്റെ റേറ്റ് കുറയുകയുള്ളൂ. പക്ഷെ കംപ്ലീറ്റ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഈ ആട്രിയം കൺട്രാക്ട് ചെയ്യുന്നതും വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്നതും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ ബന്ധമില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചാൽ ഈ കാർഡിയാക് സൈക്കിളൊക്കെ കംപ്ലൈന്റ് പ്രശ്നങ്ങൾ വരും. ആട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോൾ എ വി വാൾവ് തുറക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഭയങ്കര ഈ ക്ലോസ്ഡ് എ വി വാൾവിനെതിരായിട്ട്
ഏട്രിയം കൺട്രാക്ട് ചെയ്യും. അപ്പോഴാണ് കനോൺ വേവ് ഉണ്ടാകുക. ആ ചോദ്യം എപ്പോഴും പഠിച്ചു വെക്കണം. എപ്പോഴാണ് ഇത് കനോൺ വേവ് ഉണ്ടാകുന്നത്? കംപ്ലീറ്റ് AV വാൾവ് ഇതിലുണ്ടാവും. പിന്നെ ശരിക്ക് കുറച്ചും കൂടി പിന്നെ അഡ്വാൻസ് ആയിട്ട് പറയാണ്, അതാണ് നമ്മൾ ഏറ്റവും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എപ്പോഴാണ് ഒരു ക്ലോസ്ഡ് AV വാൾവിന് എതിരായിട്ട് പിന്നെ ആട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കനോൺ വേവ് ഉണ്ടാകുന്നത്. അത് എന്തായാലും ചോദിക്കണം, അത് ചോദിക്കാവുന്നതാണ്. അത് ഏത് കണ്ടീഷനിലാണ് എന്ന് ഓർത്തപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിലാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ശരിക്കും ഈ കനോൺ വേവ് ഉണ്ടാകുന്നതിനെ പിന്നെ രണ്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഇറഗുലർ കനോൺ വേവ് ഉണ്ട്, റെഗുലർ കനോൺ വേവ്. ഇറഗുലർ കനോൺ വേവ് എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലോ ആട്രിയൽ ഡിസോസിയേഷൻ, അതാണ് ഇറഗുലർ എന്ന് പറഞ്ഞാൽ. അത് അതിനൊരു റെഗുലാരിറ്റി ഉണ്ടാവില്ല. ഈ കനോൺ വേവ് ഏത് സമയത്ത് വരുന്നു ഏത് സമയത്ത് പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ വെൻട്രിക്കുലും പിന്നെ ആട്രിയും അതിന് തോന്നിയതുപോലെ പിന്നെ കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഏട്രിയോ വെൻട്രിക്കുലർ ഡിസോസിയേഷൻ. പക്ഷെ റെഗുലർ കനോൺ വേവ് ഉണ്ട്, അതായത് മുഴുവനായിട്ടും ഡിസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷെ റീ എൻട്രി ഫിനോമിനോൺ ഉണ്ട്. റീ എൻട്രി ഫിനോമിനോൺ എന്ന് പറയുമ്പോൾ ഈ ചിത്രം വന്നല്ലോ അല്ലെ? അയ്യോ, അതിനകത്തില്ല കാടിയായിരുന്നു. ഇതാണ് ആട്രിയോ വെൻട്രിക്കുലർ റീ എൻട്രി, AVRT എന്ന് പറയും. ആട്രിയോ വെൻട്രിക്കുലർ റീ എൻട്രി എന്ന് വെച്ചാൽ നമ്മൾ കണ്ടില്ലേ, ശരിക്കും SA നോഡിൽ നിന്ന് വന്നു, ഇങ്ങനെ വന്നിട്ട് AV നോഡിൽ വന്നു, AV നോഡിൽ നിന്ന് പിന്നെ വെൻട്രിക്കിലേക്ക് വന്നു, ഇങ്ങനെയാണ് വേണ്ടത്. അവിടെ എന്താ വെച്ചാൽ ഈ വെൻട്രിക്കുലർ മസിലേക്ക് കയറിയ സാധനം തിരിച്ച് രണ്ടാമതും ആട്രിയം മസിലേക്ക് പോകും. അതിനാണ് ആട്രിയോ വെൻട്രിക്കുലർ റീ എൻട്രി ടാക്കിക്കാർഡിയ എന്ന് പറയും. അപ്പൊ എന്ത് സംഭവിക്കും? ഇതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നതിന് പകരം കുറച്ചെണ്ണം ഇങ്ങോട്ട് വരും, അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ ഇവിടുന്ന് വരുന്നതും ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ ഇവിടുന്ന് വന്നു, അത് ഒന്ന് കൺട്രാക്ട് ചെയ്യിച്ചു. പക്ഷെ അടുത്തത് വരുന്ന സമയത്തിന് മുന്നേ ഇപ്പുറത്തുനിന്ന് വന്ന സാധനം ഒന്നും കൂടി വരും. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ എന്ത് കൂടും? എത്ര കൂടാ? മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതാണ് നമ്മൾ റീ എൻട്രി ഫിനോമിനൻ എന്ന് പറയുന്നത്. അതായത് ഈ പിന്നെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് സാധാരണ നമ്മൾ SA നോഡിൽ തുടങ്ങി AV നോഡിൽ വന്നു, വെൻട്രിക്കിളിൽ വന്നു, പർക്കിൻജി ഫൈബേഴ്സിൽ വന്നു, വെൻട്രിക്കുലർ മസിൽസിനെ പിന്നെ ഡീപോളറൈസ് ചെയ്തു. ഇങ്ങനെയാണ് കാർഡിയക് കൺട്രാക്ഷൻ നടക്കുന്നത്. നമുക്ക് അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സാധാരണ ഇതിന് പകരം എന്താ വെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂമിയോ മറ്റു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചില സെല്ലുകൾ സാധാരണഗതിയിൽ കൺട്രാക്ട് ചെയ്യുന്നതിന് അതിനപ്പുറത്തേക്ക് കണ്ടക്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഈ നമ്മുടെ SA നോഡിൽ നിന്ന് വരുന്ന ഇമ്പൾസിന് പകരം അല്ല അതിന് മുന്നെയോ അതിന് ശേഷമോ ഒക്കെ ആയിട്ട് വേറെ ഇമ്പൾസസ് വരാൻ തുടങ്ങും. അപ്പൊ 2 ഇമ്പൾസസ് വരും, 2 പ്രാവശ്യം കൺട്രാക്ട് ചെയ്യും. അപ്പോൾ എന്താ ടാക്കിക്കാർഡിയ ഉണ്ടാവും, അതായത് ഹാർട്ട് റേറ്റ് കൂടും. അതിനെയാണ് നമ്മൾ റീ എൻട്രി ഫിനോമിനൻ എന്ന് പറയുന്നത്. അത് ആട്രിയോ വെൻട്രിക്കുലർ റീ എൻട്രി ഫിനോമിനൻ ഉണ്ട്, AV നോഡൽ, അതായത് AVRT എന്ന് പറയും, AVNRT. AVNRT എന്ന് പറഞ്ഞാൽ ആട്രിയോ വെൻട്രിക്കുലർ AV നോഡൽ റീ എൻട്രി ഫിനോമിനനും ആട്രിയോ വെൻട്രിക്കുലർ AV നോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിലേക്ക് റീ എൻട്രി ചെയ്യുക, അവിടുന്ന് അപ്പുറത്ത് അതിന്റെ ചിത്രം അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഇത് AV നോഡാണ് ഈ കാണുന്നത്. AV നോഡിലേക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഇങ്ങനെ വരും. അതായത് സാധാരണ ഇങ്ങനെ വരേണ്ടത് നിങ്ങൾ 3-4 ബണ്ടിൽസ് പഠിച്ചിട്ടുണ്ടാവും. അതിലേതെങ്കിലും പ്രശ്നം വരുമ്പോൾ ഈ ബണ്ടിൽ ഇവിടെ വന്നിട്ട് ഇതിലെ തിരിച്ചു വന്ന് പിന്നെ ഇങ്ങോട്ട് വരും. അതിനാണ് AV നോഡൽ അറിയുന്നത്. ചിലപ്പോൾ ഇതിലെ വന്നിട്ട് ഇങ്ങോട്ട് പോകുന്നതിന് പകരം ഒന്ന് ഇങ്ങോട്ട് എന്നിട്ട് ഇങ്ങനെ തിരിച്ചു വരും, അല്ലെങ്കിൽ ഇതിലെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരും. അങ്ങനെ എന്ന് ശ്രമിച്ചാൽ ഇവിടെ 2 പ്രാവശ്യം വരും അല്ലെ? ഒന്ന് ഇതിലേയും വരും, ഒന്ന് ഇതിലേയും വരും. അങ്ങനെ വരുന്ന സമയത്ത് 2 ഇമ്പൾസസ് വരികയും അതിന്റെ ടാക്കിക്കാർഡിയ ഉണ്ടാകുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ AV നോഡൽ റീ എൻട്രി ഫിനോമിന ഓർ AVNRT എന്ന് പറയുന്നത്. ഇത് കാണുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും ഫോണിലാണ് കയറിയിരിക്കുന്നത്? ഈ ചിത്രങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ എനിവേ നിങ്ങൾ ഈ പേരുകളൊക്കെ ഓർത്ത് വെച്ചാൽ AV നോഡൽ റീ എൻട്രി ഫിനോമിന, ആട്രിയോ വെൻട്രിക്കുലർ റീ എൻട്രി ഫിനോമിന, പിന്നെ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്. ഇത് 3ലും കനോൺ വേവ്സ് കാണാം. ചിലപ്പം നമ്മൾ എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് ഈ പിന്നെ ഹാർട്ട് ബ്ലോക്ക് ചോദിക്കുമ്പം ഒരു കുറച്ച് പിന്നെ ബുദ്ധിമുട്ടുള്ള ചോദ്യം ആയിക്കോട്ടെ, AV നോഡലും AVRT AVNRT ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. ഇത് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ നമുക്ക് കുറച്ചൊരു കംപ്ലീഷൻ സീക്വൻസ് അറിഞ്ഞിരുന്നാൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് കിട്ടിയേക്കും. അപ്പം ഏതൊക്കെയാണ്? കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിൽ കാണാം കനോൺ വേവ്സ്, AV നോഡൽ റീ എൻട്രി ഫിനോമിനൽ കാണാം, ആട്രിയോ വെൻട്രിക്കുലർ റീ എൻട്രി, അതായത് AVRT-ലും AVNRT-ലും. AVNRT എന്ന് പറഞ്ഞാൽ പിന്നെ AV നോഡൽ റീ എൻട്രി ആണ്, AVRT എന്ന് പറഞ്ഞാൽ ആട്രിയോ വെൻട്രിക്കുലർ റീ എൻട്രി ആണ്.
പിന്നെ ജംഗ്ഷണൽ ഇത്രയിലാണ് കനോൺ വേവ്സ് കാണുന്നത്. പിന്നെ കാണുന്നത് ഏട്രിയൽ ഫിബ്രിലേഷൻ ഉണ്ടാകുന്ന എന്താണ്? ആബ്സെന്റ് എ വേവ്. എ വേവ് ഉണ്ടാകില്ല. കാരണം എന്താണ്? കൺട്രാക്ഷൻ ഉണ്ടാവില്ല. എന്താണ് ആട്രിയൽ ഫിബ്രിലേഷൻ? എനിവൺ എന്താണ് ആട്രിയൽ ഫിബ്രിലേഷൻ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആട്രിയൽ ഫ്ലട്ടറും ആട്രിയൽ ഫിബ്രിലേഷനും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? ഏട്രിയയുടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോർഗനൈസ്ഡ് ആവുന്നത് ഏട്രിയൽ ഫിബ്രിലേഷൻ. ആ. പിന്നെ അതെ, അതായത് ഏട്രിയൽ ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ റേറ്റ് കൂടും. അത് ആട്രിയം കൺട്രാക്ട് ചെയ്യുന്നതിന്റെ എണ്ണം കൂടും അല്ലേ? നമ്മൾ സാധാരണ റേറ്റിനേക്കാൾ കൂടുതൽ 300 റേറ്റ് ആവും. അതേസമയം ആട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ അത് ഓരോ ആട്രിയൽ ഫൈബേഴ്സും സ്വന്തമായിട്ട് തിരിയും. ഒരു കോർഡിനേറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ കോർഡിനേറ്റഡ് ആയിട്ട് പിന്നെ കൺട്രാക്ട് ചെയ്താലേ, ഓരോ മസിലും കൺട്രാക്ട് ചെയ്യുന്നത് കോർഡിനേറ്റഡ് ആയാലേ ഒരുമിച്ച് കൺട്രാക്ട് ചെയ്യുള്ളൂ. അതായത് ആസ് എ ഹോൾ ആട്രിയം കൺട്രാക്ട് ചെയ്യുള്ളൂ. ഇപ്പൊ ഏട്രിയൽ ഫിബ്രിലേഷനിൽ ഒരു കോർഡിനേഷൻ കൺട്രാക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇലക്ട്രിക്കൽ ഫിൽസ് വരികയുള്ളൂ. ഒരിക്കലും കൺട്രാക്ഷൻ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിലേക്ക് ബ്ലഡ് എത്തില്ല. അപ്പൊ ആട്രിയം കൺട്രാക്ട് ചെയ്യാഞ്ഞാൽ എ വേവ് ഉണ്ടാകുകയില്ല. അപ്പം എ വേവ് ആബ്സെന്റ് ആവുന്ന കണ്ടീഷൻ ഏതാണ്? ഏട്രിയൽ ഫിബ്രിലേഷൻ. കനോൺ വേവ് അല്ലെങ്കിൽ ജയന്റ് എ വേവ് കാണുന്ന കണ്ടീഷനാണ് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്, പിന്നെ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, പ്രിമാച്ചർ ഏട്രിയൽ ജംഗ്ഷണൽ ഓർ വെൻട്രിക്കുലർ ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ റീ എൻട്രി ഫിനോമിന. ഇത്ര കാര്യങ്ങൾ മാത്രമേ എ വേവിനെ പറ്റി നിങ്ങൾ കാര്യമായിട്ട് പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എ വേവിനെ പറ്റി ഇതിൽ ചോദിക്കാവുന്ന ചോദ്യം ഒന്ന്, പ്രൊമിനന്റ് എ വേവ് കാണുന്ന ഇതിലാണ്, കനോൺ എ വേവ് കാണുന്ന ഇതിലാണ്, കനോൺ വേവ് കാണാത്ത അല്ലെങ്കിൽ എ വേവ് കാണാത്ത ഇതിലാണ്. ഇതാണ് കോമൺ ആയിട്ട് സാധാരണ എ വേവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത്. പിന്നെ നമ്മൾ അടുത്തെന്ന് പറഞ്ഞാൽ എക്സ് ഡിസെന്റ് ആണ്. എക്സ് ഡിസെന്റ് എന്തായിരുന്നു? ആരെങ്കിലും ഒരാൾ പറയൂ, എന്തായിരുന്നു എക്സ് ഡിസെന്റ്? ഏട്രിയൽ റിലാക്സേഷൻ. ഓക്കെ, ഏട്രിയൽ റിലാക്സേഷൻ. അപ്പോൾ എക്സ് ഡിസെന്റ് പിന്നെ ആണ് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള നെഗറ്റീവ് വേവ്. അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം നമ്മളെ. അതായത് പിന്നെ JVP-യിലെ പ്രൊമിനന്റ് ആയിട്ടുള്ള നെഗറ്റീവ് വേവ് ഏതാണെന്ന് ചോദിക്കും. പ്രൊമിനന്റ് ആയിട്ടുള്ള നെഗറ്റീവ് വേവ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? എക്സ് ഡിസെന്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആണ്. പക്ഷെ PSC-നെ സംബന്ധിച്ചിടത്തോളം ബേസിക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഒരു 60-70% ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ പലപ്പോഴും തള്ളിക്കളയുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ എന്താ പറയുക, നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുക പലപ്പോഴും. കാരണം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കും, ചെറിയ ബേസിക് കാര്യങ്ങൾ വിട്ടുപോയാൽ ഇങ്ങനെ സംഭവിക്കാം. ഓക്കെ, അപ്പൊ അതിനെയാണ് അപ്പം നമ്മൾ പറഞ്ഞാൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള നെഗറ്റീവ് വേവ് ഏതാണ്? എക്സ് ഡിസെന്റ് ആണ്. ഇനി ഇതായിട്ട് എപ്പോഴാണിത് പിന്നെ കേട്ട് തുടങ്ങുക? അത് ഹാർഡ് സൗണ്ട് ആയിട്ട് ചിലതൊക്കെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. അത് കുറച്ചൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ സിമ്പിൾ ആണ്. എപ്പോഴാണ് പിന്നെ നമ്മുടെ എക്സ് ഡിസെന്റ് തുടങ്ങുക? എപ്പോഴാണ് എക്സ് ഡിസെന്റ്? എപ്പോൾ നമ്മൾ സൗണ്ടുമായിട്ട് ഫസ്റ്റ് സൗണ്ടിലാണോ സെക്കൻഡ് സൗണ്ടാണോ കേൾക്കാൻ സാധ്യതയുള്ളത്? എപ്പോഴാണ് ഇത് റിലാക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും റിലാക്സ് ചെയ്യുക, അതിലേക്ക് ഫില്ല് ചെയ്യുന്ന സമയമാണ് എക്സ് ഡിസെന്റ് എന്ന് പറയുന്നത് അല്ലേ? എക്സ് ഡിസെന്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഇതിലേക്ക് ഫില്ല് ചെയ്യുന്ന എപ്പോഴാ? ഈ ആട്രിയം കൺട്രാക്ട് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഏട്രിയൽ കൺട്രാക്ഷനിൽ സോറി അതിൽ നേരത്തെ നല്ലൊരു ഡോക്ടർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഏട്രിയം വെൻട്രിക്കിൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്ത് തുടങ്ങും കുറച്ച് കഴിയുമ്പോഴാണ് ഈ ആട്രിയം റിലാക്സ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ കുറച്ച് കൺട്രാക്ട് ചെയ്ത് തുടങ്ങി, കംപ്ലീറ്റ് കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പിന്നെ സെമിലുണാർ വാൾവ് ക്ലോസ് ചെയ്യുന്നത്, അതായത് സെക്കൻഡ് സൗണ്ട് വരുന്നത്. എന്നിട്ട് സെക്കൻഡ് സൗണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് റിലാക്സ് ചെയ്യലായി. റിലാക്സ് ചെയ്ത് കുറച്ച് സമയം വരെ ഏട്രിയം റിലാക്സ് ചെയ്യും. കാരണം എന്താണ്? ഏട്രിയം റിലാക്സ് ചെയ്യുന്നത് 0.7 സെക്കൻഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ കൺട്രാക്ഷനിലും കുറച്ച് റിലാക്സേഷൻ. അപ്പോൾ പകുതി കൺട്രാക്ഷനിൽ തുടങ്ങി പകുതി റിലാക്സേഷനിലെത്തും. പക്ഷെ ഇത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏത് സൗണ്ടുമായിട്ടാണ്? S2 ആയിട്ടാണ്. നോട്ട് സോ മച്ച് ഇമ്പോർട്ടൻറ്റ്, പക്ഷെ അറിഞ്ഞിരിക്കുക S2 ആയിട്ടാണ് പിന്നെ എക്സ് ഡിസെന്റ് നിൽക്കുന്നത്. അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പാർട്ട് പറയാൻ പോണത്. അതായത് ഇതിനകത്ത് ചോദിക്കാൻ പോകുന്ന എക്സ് ഡിസെന്റും വൈ ഡിസെന്റും ചോദിക്കാനുള്ള ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് കൺസ്ട്രക്റ്റീവ് പെരിക്കാർഡൈറ്റിസ്, കാർഡിയക് ടാമ്പോണൈഡ്, പിന്നെ അങ്ങനെ 3-4 പിന്നെ മറ്റേ
റെസ്ട്രിക്റ്റീവ് കാർഡിയോമയോപ്പതി. അപ്പൊ ഇതിൽ ഈ 3 കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടാണ് ചോദിക്കുക. അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഞാൻ പറയാം. അതിന് മുന്നേ ഞാൻ ഇന്ന് ആ കാർഡിയോമയോപ്പതിക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തട്ടെ. അതാ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ ശരിക്കും ഈ കാർഡിയോമയോപ്പതി, പെരിക്കാർഡൈറ്റിസ് ഒക്കെ എന്താ സംഭവിക്കുന്നത്, കാർഡിയോ ടാമ്പോണേറ്റ് എന്താണെന്നൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതെങ്ങനെയാണ് പറഞ്ഞു പോയാം, അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് ഇത് പറയാം. എന്താ വേണ്ടേ? കണ്ടീഷൻ ആദ്യം പറയാം. കണ്ടീഷൻ ഒന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് പറയുമ്പോൾ കുറച്ചുകൂടി ഓക്കെ. അപ്പൊ ഈ കൺസ്ട്രക്റ്റീവ് പെരിക്കാർഡൈറ്റിസ് എന്താണ്, കാർഡിയോമയോപ്പതി എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് എടുത്തോട്ടെ. എന്റെ സ്ലൈഡുകൾ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ വായിച്ചു വെച്ച നേരത്തെ സ്ലൈഡുമായിട്ട് കോൺസൈഡ് ചെയ്യുന്നില്ല, ക്ഷമിക്കുക. ഞാൻ ഇനിയിപ്പോൾ ഉണ്ടാക്കുമ്പോൾ നേരത്തെ സ്ലൈഡ് കഴിഞ്ഞ ക്ലാസ്സിലെ സ്ലൈഡ് നോക്കി പറയാൻ വിചാരിച്ചാണ്. പക്ഷേ അത് കോർഡിനേറ്റഡ് ആകുന്നില്ല. നമ്മുടെ എന്താണ് പറയാ, പിന്നെ ഹാർട്ട് ബ്ലോക്ക് അതുപോലെ അറത്മിയ പോലെ ആയി പോകണം അല്ലെ. ഞാൻ പറയുന്നതും സ്ലൈഡും തമ്മിലൊരു ബന്ധം വരുന്നില്ല അല്ലെ. ഓക്കെ, സോറി, അടുത്ത പ്രാവശ്യം ക്ലിയർ ചെയ്യാം. ഇത് കൺസ്ട്രക്റ്റീവ് പെരിക്കാർഡൈറ്റിസ് എന്നാണ്. ഈ പെരിക്കാർഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിക്കാർഡിയം എന്ന് അറിയില്ല എല്ലാവർക്കും? നമ്മള് ഹാർട്ടാണെന്ന് വിചാരിക്കാം. ഹാർട്ടിനെ കവർ ചെയ്തും കൊണ്ട് ഒരു ലെയർ ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്താ പറയാ, പെരിക്കാർഡിയം എന്ന് പറയാം. ഇതിന് 2 ലെയേഴ്സ് ഉണ്ടാവും. ഒന്ന് ഈ വിസറൽ ലെയർ, ഇതുമായിട്ട് അതായത് ഹാർട്ടിനോട് പറ്റി പിടിച്ചെടുക്കുന്ന ഒരു ലെയർ ഉണ്ടാവും. പുറത്ത് നമ്മുടെ തൊറാക്സ് ആയിട്ട്, അതായത് അടുത്ത ഇതുമായിട്ട് പറ്റി പിടിച്ചിട്ടുള്ള ലെയർ, അതാണ് നമ്മൾ പെരിഫറൽ പെരിക്കാർഡിയം, ഇത് വിസറൽ പെരിക്കാർഡിയം. ഓക്കെ, ഈ വിസറൽ ഇതിന്റെ ഇടയിൽ ചെറിയ ഫ്ലൂയിഡ് ഉണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഈ പെരിക്കാർഡിയൽ പിന്നെ കാവിറ്റിയിലെ പ്രഷർ ചേഞ്ചസ് ആണ് ഹാർട്ടിനെ എന്ത് ചെയ്യുക, ഈ ഹാർട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ആദ്യം നമ്മൾ പുറത്തൊരു എന്തുണ്ട്, തൊറാസിക് കാവിറ്റി ഉണ്ട്. നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ തൊറാസിക് കാവിറ്റി വലുതാകുമ്പോൾ കുറച്ച് പ്രഷർ ഇങ്ങോട്ട് വരുന്നു. ഈ പ്രഷർ പെരിക്കാർഡിയത്തിന് കൊടുക്കുന്നു. പെരിക്കാർഡിയം കുറച്ച് പിന്നെ എന്താണ് പറയുക, പിന്നെ റിലാക്സ് ചെയ്യുന്നു. അവിടെ ഒരു പ്രഷർ ചേഞ്ച് ഉണ്ടെന്നു. അപ്പൊ അതിന്റെ കൂടെ കാർഡിയാക് ചാമ്പേഴ്സും റിലാക്സ് ചെയ്യുന്നു. ഈ 3 പ്രോസസ് ഒരുമിച്ചാണ് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ? ആദ്യം നമ്മുടെ തൊറാസിക് കാവിറ്റി വലുതാവുന്നു, പിന്നെ അപ്പം അവിടുത്തെ പ്രഷർ, ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടാകുന്നു. ആ പ്രഷർ കൊണ്ട് പെരിക്കാർഡിയം വലുതാവുന്നു. അപ്പോൾ പെരിക്കാർഡിയൽ കാവിറ്റി ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടാകുന്നു. ആ പ്രഷർ കൊണ്ട് ഈ വിസറൽ പെരിക്കാർഡിയം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹാർട്ട് ചാമ്പറും വലുതാവും. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൺസെപ്റ്റ്. അപ്പോൾ ഇതിന്റെ ഈ പെരിക്കാർഡിയം പിന്നെ ആണ് നമ്മുടെ ഇൻട്രാ തൊറാസിക് പ്രഷറിനെ ഹാർട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓ, കൺഫ്യൂഷൻ ഉണ്ടോ എന്തെങ്കിലും? ഇല്ല, എല്ലാവരും കൺഫ്യൂഷൻ്റെ പറയണം. നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ നീട്ടി വെച്ചിരിക്കുന്നില്ല. അപ്പോൾ കൺസെപ്റ്റ് വൈസ് പഠിച്ച് കുറച്ചും കൂടി CBS കുറച്ചും കൂടി. CBSന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കൺസെപ്റ്റ് വൈസ് പഠിക്കാത്തതുകൊണ്ടാണ് നമുക്ക് CBS കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് CBSൽ കുറച്ച് സമയം പോകും. അത് നിങ്ങൾ ഒരു എന്താണ് നഷ്ടമായിട്ട് കാണണ്ട. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? പെരിക്കാർഡിയം എന്താണെന്ന്, പെരിക്കാർഡിയൽ എഫ്യൂഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? സോറി, പെരിക്കാർഡിയൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. വേണ്ട. ഓക്കെ, അപ്പൊ ഇതിന് ഈ പെരിക്കാർഡിയത്തിന് വരുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ച് ഈ പെരിക്കാർഡിയം JVP മാത്രമല്ല, കുറെ സാധനത്തിന് പൾസസ് പാരഡോക്സസും പിന്നെ JVPയും കുറെ സാധനങ്ങൾ പെരിക്കാർഡിയത്തിന്റെ പ്രശ്നം അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ പെരിക്കാർഡിയൽ പിന്നെ പെരിക്കാർഡിയത്തിന് വരുന്ന ഇൻഫ്ലമേഷൻ അതിന് 2 തരത്തിലുണ്ട്. പ്രധാനമായിട്ട് അക്യൂട്ട് പെരിക്കാർഡൈറ്റിസും ക്രോണിക് പെരിക്കാർഡൈറ്റിസും. അക്യൂട്ട് പെരിക്കാർഡൈറ്റിസിന് അതിന്റെ മുന്നേ ഒരു കൺസെപ്റ്റും കൂടി പറയാനുണ്ട്. ഇതാണ് നമ്മളിപ്പോ പറഞ്ഞ കാര്യം. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാല്, അതിന്റെ മുന്നേ ഇവിടെ ഇത് സാധാരണ ഇൻസ്പിറേഷൻ സാധാരണ ഹാർട്ട് ഇത് റൈറ്റ് വെൻട്രിക്കിളും ഇത് ലെഫ്റ്റ് വെൻട്രിക്കിളും കരുതുക. സാധാരണ ഇൻസ്പിറേഷനിൽ എന്ത് സംഭവിക്കും? ഇൻസ്പിറേഷനിൽ എന്താ സംഭവിക്കുക? എനിവൺ? റൈറ്റ് സൈഡഡ് പ്രഷർ കുറച്ചും കൂടി, റൈറ്റ് സൈഡഡ് ചാമ്പേഴ്സ് കുറച്ചുകൂടി കൂടുതൽ ഫില്ല് ചെയ്യും അല്ലെ. എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡഡ് വെൻട്രിക്കിളിലേക്ക് കൂടുതൽ ബ്ലഡ് വരും. ആ ബ്ലഡ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഈ ലെഫ്റ്റ് സൈഡ്
ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഈ സെപ്റ്റം കുറച്ച് ബൾജ് ചെയ്യും, ഇങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? ഇവിടെ കണ്ടില്ല, ഇവിടെ ഇത്രയുള്ളൂ. അപ്പം ഇത് കൂടുതൽ ഫില്ല് ചെയ്യുമ്പോൾ ഈ സെപ്റ്റം ഇങ്ങോട്ട് വരും. അതിന്റെ എന്തുകൊണ്ട് എന്താ സംഭവിക്കുക? ലെഫ്റ്റ് വെൻട്രിക്കിളിലെ പ്രഷറിന്റെ അളവ് കുറയും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? പൾസസ് പാരഡോക്സസ് വരുന്നത്. അതായത് ഇൻസ്പിറേഷനിൽ ബ്ലഡ് പ്രഷർ കുറച്ച് കുറയും. കാരണം ഇതിന്റെ അതായത് ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണല്ലോ നമ്മുടെ അയോട്ടയിലേക്ക് ബ്ലഡ് വരുന്നത്. ഓക്കെ, പ്രഷർ നമ്മൾ അടക്കുന്നത് അയോട്ടയിൽ വെച്ചിട്ടാണ്. അയോട്ടയിലേക്ക് ബ്ലഡ് വരുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ വെച്ചിട്ടാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിലെ പ്രഷറാണ് നമുക്ക് അയോട്ടയിൽ കിട്ടുന്നത്. അപ്പൊ ഇൻസ്പിറേഷനിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ റൈറ്റ് വെൻട്രിക്കിളിൽ കൂടുതൽ ബ്ലഡ് വരും. അങ്ങനെ കൂടുതൽ ബ്ലഡ് വരുമ്പോൾ അത് ഈ സെപ്റ്റത്തിനെ കുറച്ച് ലെഫ്റ്റിലേക്ക് തള്ളും. എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിലെ സ്പേസ് കുറയും. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഔട്ട്പുട്ട് കുറയും. ലെഫ്റ്റ് വെൻട്രിക്കുലർ ഔട്ട്പുട്ട് കുറയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ഇൻസ്പിറേഷനിൽ എന്ത് സംഭവിക്കും? ഒരാൾ പറയൂ. നമ്മുടെ പൾസസ് പാരഡോക്സസ് എന്ന് പറഞ്ഞാൽ പ്രഷർ കുറയും. അത് ഇൻസ്പിറേഷനിൽ നമ്മുടെ പ്രഷർ, ബ്ലഡ് പ്രഷർ 10 mmHg വരെ കുറയാൻ സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പൾസസ് പാരഡോക്സ്. അതിൽ കൂടുതൽ വരുന്നതിനാണ് പൾസസ് പാരഡോക്സസ് എന്ന് പറയുന്നത്. അതിലും സാധാരണ 10 mmHg വരെ കുറയും. അതിലും കൂടുതൽ വരുന്നതിനാണ് പൾസസ് പാരഡോക്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് കണ്ടീഷനിലാണ് അത് വരുന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞത്. അപ്പൊ ഇപ്പം ഇത് മനസ്സിലായല്ലോ? ഈ കൺസെപ്റ്റ് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഓക്കെ, അടുത്തല്ലേ പോകട്ടെ. ഇതൊക്കെ സിമ്പിൾ ആണ് അല്ലേ? നിങ്ങൾ പഠിച്ചതാണ്. ഞാൻ വെറുതെ വലിയ കാര്യം എന്ന് വെച്ച് പറയുന്നതാണോ? അങ്ങനെയാണ് പറയട്ടെ. അറിയുന്നതാണ് പിന്നെ നമ്മൾ വെറുതെ. അല്ല സാർ പറഞ്ഞു. അപ്പൊ അക്യൂട്ട് പെരിക്കാർഡൈറ്റിസിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? അക്യൂട്ട് പെരിക്കാർഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്തെങ്കിലും ഇൻഫെക്ഷൻ. എന്താണ് കോമണസ്റ്റ് കോസസ് ഓഫ് അക്യൂട്ട് പെരിക്കാർഡൈറ്റിസ്? എന്താണ്? വൈറൽ ഇൻഫെക്ഷൻ. എക്സാക്ട്ലി, വെരി ഗുഡ്. അപ്പൊ കോക്സാക്സി വൈറസ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് അക്യൂട്ട്. പക്ഷെ ക്രോണിക് ആകുമ്പോഴോ? കൺജസ്റ്റീവ് പെരിക്കാർഡൈറ്റിസ് ആണെങ്കിലോ? എനിവൺ? അവിടെ ഇത് പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുള്ളൂ, വീക്ക് ഉണ്ടായി കുറച്ച് ഫ്ലൂയിഡ് ഒക്കെ വരും. എന്നാൽ ഫ്ലൂയിഡ് നിറയൊന്നുമില്ല, വല്ലാതെ നിറഞ്ഞില്ല. വല്ലാതെ നിറഞ്ഞാൽ അത് ടാമ്പണേഡ് ആവും. നമ്മൾ ഈ കാണുന്ന സ്പേസിലേക്ക് കുറച്ച് ഫ്ലൂയിഡ് ഒക്കെ വരും. ഇതിന്റെ ഒരു എക്സ്പാൻഷനൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടാകുന്നേ ഉള്ളൂ. പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടോ ഇൻഫ്ലമേഷൻ കൊണ്ടോ ഒക്കെ ഫൈബ്രോസിസ് വരികയോ അല്ലെങ്കിൽ കാൽസിഫിക്കേഷൻ വരികയോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ക്രോണിക് പെരിക്കാർഡൈറ്റിസ് അല്ലെങ്കിൽ കൺജസ്റ്റീവ് പെരിക്കാർഡൈറ്റിസ്. ക്രോണിക് കൺജസ്റ്റീവ് പെരിക്കാർഡൈറ്റിസ് എന്ന് പറയുന്നത് അതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് എൻറ്റിറ്റി. ഇതിനെ കുറച്ച് മറ്റേ അക്യൂട്ട് പെരിക്കാർഡൈറ്റിസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അക്യൂട്ട് പെരിക്കാർഡൈറ്റിസിൽ നമ്മൾ ക്ലിനിക്കലി പ്രസന്റ് ചെയ്യുന്ന ഏതാണ്ട് MI പോലെയാണ്, മയോകാർഡിയൽ ഇൻഫെക്ഷൻ പോലെയാണ്. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ക്ലിനിക്കലി അത് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് അക്യൂട്ട് പെരിക്കാർഡൈറ്റിസിലെ കുറച്ച് സയൻസിനും കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ അത് ചോദ്യത്തിലുണ്ടാവും. അതായത് വളരെ കോമൺ ആയിട്ട് ഒരു മനുഷ്യനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മരിച്ചു പോകാൻ സാധ്യതയുള്ള സംഭവമാണ് മയോകാർഡിയൽ ഇൻഫെക്ഷൻ അല്ലേ? അപ്പോൾ മയോകാർഡിയൽ ഇൻഫെക്ഷനെ അതായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കണ്ടീഷനാണ് ഏത്? അക്യൂട്ട് പെരിക്കാർഡൈറ്റിസ്. അപ്പൊ ഈ അക്യൂട്ട് പെരിക്കാർഡൈറ്റിസും അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫെക്ഷനും നമുക്ക് വേർതിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. അത് അങ്ങനെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യം. അപ്പോൾ ഈ അക്യൂട്ട് പെരിക്കാർഡൈറ്റിസ്, ക്രോണിക് പെരിക്കാർഡൈറ്റിസിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്തായിരുന്നു സംഭവിക്കുന്നതെന്നാണ്? കാൽസിഫിക്കേഷൻ അല്ലെങ്കിൽ ഫൈബ്രോസിസ്. ഈ പെരിക്കാർഡിയത്തിന് ഫൈബ്രോസിസ് സംഭവിക്കും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിനകത്ത് ഫ്ലൂയിഡ് വന്നിട്ട് കാൽസിഫിക്കേഷനോ ഫൈബ്രോസോ വന്നാൽ അത് അനങ്ങൂല, പിന്നെ ഭയങ്കര കട്ടി കൂടി നിൽക്കും. ഇതിന്റെ മോസ്റ്റ് കോമൺ കോസ് ഇൻ ഇന്ത്യ TB ആണ്. TB ഓർത്ത് വെക്കുക. ചോദ്യം ചോദിക്കാൻ സാധ്യത ഒരു ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യം നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള അക്യൂട്ട് പെരിക്കാർഡൈറ്റിസിന്റെ കോസും ക്രോണിക് പെരിക്കാർഡൈറ്റിസിന്റെ കോസ് മോസ്റ്റ് കോമൺ കോസും ചോദിക്കും. രണ്ടും തമ്മിൽ തെറ്റിപ്പോകും. നമ്മൾ TB എന്നോ അല്ലെങ്കിൽ വൈറസിനെ പഠിച്ചിട്ട് കണ്ണും പൂട്ടി അക്യൂട്ടിന് പകരം ക്രോണിക് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി വൈറസ് എഴുതാം, അല്ലെങ്കിൽ നേരെ തിരിച്ച് TBക്ക് പകരം വൈറസ് എഴുതാം. അപ്പൊ ഇത് വന്ന് വേർതിരിച്ച് കൃത്യമായിട്ട് എഴുതി അടി വരച്ച് വെച്ചേക്കുക. മോസ്റ്റ് കോമൺ കോസ് ഓഫ് അക്യൂട്ട് പെരിക്കാർഡൈറ്റിസ് വൈറൽ ഇൻഫെക്ഷൻ, ദാറ്റ് ഈസ് കോക്സാക്സി വൈറസ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ ക്രോണിക്കിലാണെങ്കിൽ ഏതാണ്? TB ആണ്. TB ആണ്. നമുക്ക് കാൽസിഫിക്കേഷൻ അല്ലെങ്കിൽ ഫൈബ്രോസിസ് ഉണ്ടാകുന്ന ഒരു മോസ്റ്റ് കോമൺ കണ്ടീഷൻ ഇന്ത്യ എന്നും കൂടി പറയുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി TB എഴുതാം. TB ഭയങ്കര വളരെ വളരെ കൂടുതലാണ്. നമ്മൾ കേരളത്തിൽ ഭാഗ്യവാന്മാരായതുകൊണ്ട് അത്ര ഇല്ലാത്തതുകൊണ്ടാണ്. കേരളത്തിന് പുറത്തൊക്കെ TB ഭയങ്കര കോമൺ ആണ്. ഈ പെരിക്കാർഡൈറ്റിസ് ഇങ്ങനത്തെ കണ്ടീഷനൊക്കെ അവിടെ മോസ്റ്റ് കോമൺ കോസ് TB ആണ്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ,
അപ്പൊ ഇതിനകത്ത് ഒരു അക്യൂട്ട് പെരിക്കാർഡൈറ്റിസ് എന്തൊക്കെയാണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് നന്നായി ഓർത്ത് വെക്കാം, ചോദിക്കാം വേണമെങ്കിൽ, അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ഒരിക്കലും എത്തുന്നില്ല അല്ലേ? സാധാരണ ഇത് പ്രസന്റ് ചെയ്യുന്നത് ചെസ്റ്റ് പെയിൻ ആണ്. നമ്മൾ സാധാരണ ചെസ്റ്റ് പെയിൻ ആണ് നമ്മൾ എന്താ പറയാ, ചെസ്റ്റ് പെയിൻ ആണ്. എങ്ങനെയാണ് ഈ പെയിൻ പിന്നെ വേർതിരിച്ചറിയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ പെയിൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഒരു സ്റ്റാബിങ് ടൈപ്പ് ഓഫ് പെയിൻ ആയിരിക്കും, ഷാർപ്പ് സ്റ്റാബിങ് പെയിൻ. അതാണ് ഷാർപ്പ് സ്റ്റാബിങ് പെയിൻ ആണ് എന്തിട്ടുണ്ടാകുക. അത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമ്മൾ ഹിസ്റ്ററി വൈസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഷാർപ്പ് സ്റ്റാബിങ് പെയിൻ എന്ന് പറയുന്നത് ആണ് എന്തിലുണ്ടാകുക, ഈ പെരിക്കാർഡൈറ്റിസിൽ ഉണ്ടാകുക. ഓക്കെ, പിന്നെ എന്താണ്, ഒരു പ്ലൂറിറ്റിക് പെയിൻ ആയിരിക്കും അല്ലെ, പ്ലൂറിറ്റിക് പെയിൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. എന്താണ്, സിറ്റിംഗ് റിലീവ്ഡ് ബൈ സിറ്റിംഗ് അപ്പ് ആൻഡ് ബെൻഡിങ് ഫോർവേഡ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സിറ്റിംഗ് അപ്പ് ആൻഡ് ബെൻഡിങ് ഫോർവേഡിൽ ഇത് കുറയും, പെയിൻ കുറയും, ഫോർവേഡിൽ കുറയും. അത് ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ്, നമ്മളെ ഹിസ്റ്ററിയിൽ ഇതാണ് കിട്ടുക. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാം. ഒരു ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കുറച്ച് അഡ്വാൻസ് ആയിട്ട് ചോദിക്കണം വെച്ചാൽ ചോദിക്കാവുന്നതാണ്. പിന്നെ കോമൺ ആയിട്ട് ഇതിൽ ചോദിക്കുന്ന സ്ക്വയർ റൂട്ട് സൈനും അങ്ങനത്തെ ഒക്കെ ചോദിക്കാറുള്ളത്. സ്ക്വയർ റൂട്ട് സൈൻ മറ്റേ ഇതിലാണ്. ഇതിൽ രണ്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന, ഒന്ന് ECG-യും ഒന്ന് എക്സ്റേ ആയിരിക്കും. ECG-യിൽ എന്തൊക്കെയാ കാണുക എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? എന്താണ് സിംറ്റംസ് എന്താന്ന് ക്ലിയർ മനസ്സിലായില്ലേ? പിന്നെ വരുന്നത് ECG ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ്. ECG ചേഞ്ചസിൽ ഇതെന്താ വെച്ചാൽ ഈ ST എലിവേഷൻ ആണ് ഈ കാണുന്നത്. ഇതറിയാലോ, ST എലിവേഷൻ കണ്ടാൽ അറിയാലോ. അപ്പൊ ST എലിവേഷനെ എങ്ങനെ മനസ്സിലാക്കും? അതായത് MI-യും പിന്നെ ഇതും തമ്മിലുള്ള MI-യിൽ എന്താ പ്രശ്നം? MI-യിൽ ഏതെങ്കിലും ഒരു ഭാഗത്താണല്ലേ വരിക, ഏതെങ്കിലും ഒരു ആർട്ടറിയിൽ ബ്ലോക്ക് വന്നിട്ട് ഏതെങ്കിലും ഹാർട്ടിന്റെ ഒരു ഭാഗത്ത് മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഇഷീമിയ വരുള്ളൂ അല്ലെ. അപ്പൊ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ലോക്കലൈസ്ഡ് ആയിരിക്കും. ഏതെങ്കിലും 1, 2 അല്ലെ 3, 4 ലീഡില് ST എലിവേഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ സാധാരണഗതിയിലെ പിന്നെ അതിന്റെ റെസിപ്രോക്കൽ ചേഞ്ച് അതിന്റെ അപ്പുറത്തെ ലീഡുകളിൽ ഉണ്ടാവും. പക്ഷേ പെരിക്കാർഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹാർട്ടിന് ചുറ്റുമുണ്ട്. അപ്പൊ എന്തായിരിക്കും, ഗ്ലോബൽ ST എലിവേഷൻ എന്നാ പറയാം. അപ്പൊ ഗ്ലോബൽ ST എലിവേഷൻ എന്നുള്ള വേർഡ് ഓർത്തിരിക്കുക. എല്ലാ ലീഡറിലും ST എലിവേഷൻ ഉണ്ടാവും. പിന്നെ ST എലിവേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കോൺവേവ് ST എലിവേഷൻ, മറ്റേത് കോൺവെക്സ് ആയിരിക്കും, കുറച്ചുകൂടി പൊങ്ങിയിട്ടായിരിക്കും അല്ലെ ST എലിവേഷൻ. കോൺവേവ് അപ്പൊ മുകളിലെ സൈഡ് കോൺവേവ് ആയിട്ട്, മറ്റേതിൽ ശരിക്കും തിരിച്ചിട്ട് മുകളിലേക്ക് തന്നെ ഉണ്ടാകാം. ഇത് താഴോട്ടില്ല, കോൺവേവ് അല്ലെ അപ്വാർഡ്, അതിന് പകരം കോൺവെക്സ് ആയിട്ട് തന്നെ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ് ST എലിവേഷനിൽ വ്യത്യാസം. പിന്നെ ഇത് PR ഡിപ്രഷൻ ഉണ്ടാവും. പിന്നെ T-വേവ് ഇൻവേഷൻ. T-വേവ് ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റേ മയോകാർഡിയൽ ഇൻഫാക്ഷനിലാണെങ്കിൽ ഏതാണ്ട് അന്നേരം തന്നെ ഉണ്ടാവും. മറ്റേന്ന് പറഞ്ഞാൽ കുറെ കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുക T എലിവേഷൻ. അത് അങ്ങനെ ചിലപ്പം ചോദിക്കാം. പക്ഷെ ഈ കാര്യങ്ങൾ മാത്രമേ, ഗ്ലോബൽ ST എലിവേഷൻ, കോൺവേവ് അപ്വാർഡ് ഗ്ലോബൽ ST എലിവേഷൻ, PR ഡിപ്രഷൻ, T-വേവ് ഇൻവേഷൻ. ഇതാണ് എന്തിന്റെ പെരിക്കാർഡൈറ്റിസിന്റെ ഇത്. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്, പെരിക്കാർഡൈറ്റിസിന്റെ വാട്ടർ ബോട്ടിൽ സൈൻ. വാട്ടർ ബോട്ടിൽ സൈൻ കാണും. ഓക്കെ, ഇതാണ് അക്യൂട്ട് പെരിക്കാർഡൈറ്റിസിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വേണമെങ്കിൽ അതിന്റെ ഡിഫറൻഷിയേറ്റിംഗ് ഫീച്ചേഴ്സ് വേണമെങ്കിൽ ചോദിക്കാം, വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം, പറയാം. അപ്പോൾ എന്തൊക്കെയാണ് ചെസ്റ്റ് പെയിൻ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഇൻഫാക്ഷനിലാണെങ്കിൽ എന്താ, പ്രഷറിലേക്ക് നമ്മൾ നെഞ്ചത്തിങ്ങനെ മുറുക്കി പിടിക്കുന്ന പോലെ ഒരു സെൻട്രൽ ചെസ്റ്റ് പെയിൻ, പ്രഷറിലേക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാകാം. അതേസമയം പെരിക്കാർഡൈറ്റിസിൽ എന്താണ്, ഷാർപ്പ് സ്റ്റാബിങ് പെയിൻ ആണ് ഉണ്ടാകുക. ഓക്കെ, പിന്നെന്താണ്, റെസ്പിറേഷനിൽ എങ്ങനെ വേരിയേഷൻ വരും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് MI-യിൽ റെസ്പിറേഷനിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കാരണം അത് ഇഷീമിയാണ്. അതേസമയം പെരിക്കാർഡൈറ്റിസിൽ റെസ്പിറേഷനിൽ പെയിൻ കൂടും. അതൊരു പോയിന്റാണ്. അപ്പോൾ ഇത് നമ്മൾ ചില ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ് ആയിട്ട് ഈ പോയിന്റ് മാത്രമായിട്ടോ ചോദിക്കാം. ഈ മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ റെസ്പിറേഷനിൽ പെയിനിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല, ഇൻസ്പിറേഷൻ റെസ്പിറേഷൻ. അതേസമയം മറ്റേ റെസ്പിറേഷൻ വിത്ത്
പെരിക്കാർഡൈറ്റിസ് ആണ് എന്ത് ചെയ്യും, റെസ്പിറേഷനിൽ ഇതിങ്ങനെ ഇളകുമല്ലോ, ഇളകുന്ന എന്ത് സംഭവിക്കും, ഈ പെരിക്കാർഡിയത്തിന് ഇളക്കം തട്ടും, അപ്പോൾ അതിന് പെയിൻ ഉണ്ടാവും. പിന്നെ വരുന്നത് ഡ്യൂറേഷൻ. പെരിക്കാർഡൈറ്റിസിൽ കുറെ സമയം, കുറെ ദിവസങ്ങളോളം പെയിൻ ഉണ്ടാകും. പക്ഷേ മയോകാർഡിയൽ ഇൻഫാർക്ഷനിൽ സാധാരണ മണിക്കൂറുകളൊക്കെ പെയിൻ ഉണ്ടാവും. ഒന്നിൽ ആൾ തട്ടിപ്പോ എല്ലാം റിസോൾവ് ആവും. ഓക്കെ. പിന്നെ റെസ്പോൺസ് ടു നൈട്രോഗ്ലിസറിൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നോർത്ത് വെച്ചേക്കുക. നൈട്രോഗ്ലിസറിൻ കൊടുത്താൽ നമ്മൾ സാധാരണ MI ആണെങ്കിൽ എന്താ ചെയ്യുക, നൈട്രോഗ്ലിസറിൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ബ്ലഡ് വെസൽസ് ഒക്കെ വലുതാവും, അപ്പം ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് കൂടും, അപ്പോൾ പെയിൻ കുറയാൻ സാധ്യതയുണ്ട്. നൈട്രോഗ്ലിസറിൻ കൊടുത്തിട്ട് പെയിൻ കുറയുകയാണെങ്കിൽ നമുക്കത് MI ആണെന്ന് പറയാം, അല്ലെങ്കിൽ കുറയുന്നില്ലെങ്കിൽ MI അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സാധാരണഗതിയിൽ പിന്നെ